ഡിയർ ഫ്രണ്ട്സ്, നമുക്കറിയാമല്ലോ കാർബൺ 12 ഐസോടോപ്പിൻ്റെ മാസിൻ്റെ 12 യൂണിറ്റിനെയാണ് നമ്മൾ അറ്റോമിക് മാസിൻ്റെ യൂണിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് AMU. ഈ നമ്പർ നോക്കൂ, 60221367, ദെൻ 16 സീറോസ്. അതിനെ നമ്മൾ ചുരുക്കി 6.022 ഇൻറ്റു 10⁻23 എന്നെഴുതും. അവഗാഡ്രോ നമ്പർ അല്ലേ? എങ്കിൽ നമുക്ക് ഈ അവഗാഡ്രോ നമ്പർ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് നോക്കാം. ഇവിടെ ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസ് AMUവിലും ഒരു മോൾ ആറ്റംസിൻ്റെ മാസ് ഗ്രാമിലും എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ 1 മോൾ ഓഫ് ആറ്റംസ് എന്ന് വിളിക്കുന്നത്. ഒരു AMU എന്നാൽ 1.66056 ഇൻറ്റു 10⁻24 ഗ്രാമാണ്. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഫാക്ടർ. AMUവിനെ ഗ്രാമാക്കി മാറ്റാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സിംഗിൾ ആറ്റത്തിൻ്റെ മാസ് 1 AMU എന്ന് നമ്മൾ സൗകര്യത്തിന് പറയുമെങ്കിലും ദാറ്റ് ഈസ് 1.008 AMU. 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹാസ് 1.008 gram. ഓക്സിജൻ 16 AMU, 16 gram. കാർബൺ സിംഗിൾ ആറ്റം 12 AMU, 1 മോൾ ആറ്റം 12 gram. നൈട്രജൻ സിംഗിൾ ആറ്റം 14 AMU, 1 മോൾ ആറ്റം 14 gram. ഒരു ആറ്റത്തിൻ്റെ മാസും ഒരു മോൾ ആറ്റത്തിൻ്റെ മാസും യൂണിറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഒന്ന് AMU ആണെങ്കിൽ മറ്റൊന്ന് ഗ്രാം. ഈ ഒരു സിമിലാരിറ്റി എങ്ങനെ വരുന്നു? 6.022 into 10⁻23 into the conversion factor 1.66056 into 10⁻24 gives 0.999, that is almost 1. So mass of an atom in AMU is mass of 1 mole of atoms in grams. ഇത്രയും വലിയൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് XAMU X ഗ്രാം എന്ന് തന്നെ പറയാൻ പറ്റൂ. ഇപ്പോൾ അവഗാഡ്രോ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഓക്കെ.